പാഠം 811 ഹൃദയത്തിന്റെ കൈവശാവകാശം. മണി എത്രയാ നിനക്കറിയാമോ? ഇന്ന് എനിക്ക് നേരത്തെ പോണം, ഞാൻ ഇന്നലെ പറഞ്ഞല്ലേ. ഇതുവരെ നീ എന്നെ ഷർട്ട് കൊണ്ട് തേച്ചിട്ടില്ല. എന്താ എന്റെ ഉദ്ദേശം? നിന്നോടാ ചോദിച്ചത്, നിനക്ക് ചെവി കേട്ടൂടെ? എനിക്കിന്ന് താലൂക്ക് ഓഫീസിൽ ഒരു പ്രധാനപ്പെട്ട യോഗമുണ്ട്, ഞാൻ നിന്നോട് പറഞ്ഞല്ലേ. ഭാമേ, ഭാമേ, നിന്നോടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇതെന്താ മിണ്ടാട്ടം വിട്ടുപോയ? നേരം വെളുത്ത പൊതിൽ ഇങ്ങനെയാണല്ലോ. മോഹനേട്ടാ, നാളെ ഉച്ചയ്ക്ക് എന്റെ കൂടെ ഒരിടം വരെ വരാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഇല്ല എന്ന് എടുത്തടിച്ച് പറയല്ലേ മോഹനേട്ടാ. ഞങ്ങളുടെ ബാർ അസോസിയേഷനിലെ അഡ്വക്കേറ്റ് പ്രകാശന്റെ പുതിയ വീടിന്റെ പാലുകാച്ചിലാ നാളെ. പെട്ടെന്ന് തീരുമാനിച്ചതാ. മോഹനേട്ടനെ കൂട്ടിച്ചെല്ലണമെന്ന് എന്നോട് പറഞ്ഞു. നടക്കില്ല എന്ന് പറയാമായിരുന്നില്ലേ? ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ മോഹനേട്ടൻ ഓഫീസിൽ മാറി നിൽക്കാലോ. കൃത്യം 1 മണിയാകുമ്പോ ഞാൻ ഓഫീസിൽ വരും. അവിടുന്ന് 10 മിനിറ്റ് കൊണ്ട് പ്രകാശ് സാറിന്റെ വീട്ടിലെത്താം. ഊണ് കഴിച്ച് അപ്പൊ തന്നെ തിരിച്ചു പോന്നിട്ടുണ്ടെങ്കിൽ 2 മണിയാകുമ്പോഴേക്കും മോഹനേട്ടൻ തിരിച്ച് ഓഫീസിലെത്താം. നാളെ 11 മണിക്ക് എനിക്ക് താലൂക്ക് ഓഫീസിൽ കയറണം. അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു യോഗമുണ്ട്. അത് കഴിയുമ്പോ ചിലപ്പോ വൈകുന്നേരമായിരിക്കും. വെറുതെ ഇങ്ങനെ പറയില്ലേ മോഹനേട്ടാ. എന്നോട് വരാതിരിക്കാൻ മോഹനേട്ടൻ ഇങ്ങനെ പലതും പറയുന്നത് എനിക്കറിയാം. നാളെ എന്തായാലും എന്നോട് വന്നേ പറ്റൂ, ഇല്ലെങ്കിൽ എന്റെ മാനം പോവും മോഹനേട്ടാ. ഭർത്താവ് അയാളുടെ ജോലി ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ഒരു ഭാര്യയുടെയും മാനം പോവില്ല. ഞാൻ എന്റെ ജോലി കൃത്യമായി ചെയ്യാതെ വല്ല വക്കീലന്മാരുടെയും വീടിന്റെ പാലുകാച്ചിന് പോയാൽ മാത്രമാണ് നിന്റെ മാനം പോകുന്നത്. മോഹനേട്ടാ, ഇത് ദുർവാശയാണേ. നാളെ മോഹനേട്ട എന്റെ കൂടെ വന്നില്ലെങ്കിൽ ഞാൻ ഈ ജന്മത്ത് മോഹനേട്ട ഒരക്ഷരം പോലും മിണ്ടില്ല. നോക്കൂ. അതാണ് കാര്യം. മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ല, പിന്നെ എന്ത് ചെയ്യാനാ? ഓ, പ്രകാശം വക്കലിന്റെ വീടിന്റെ പാലുകാച്ചിന് ഞാൻ വരില്ല എന്ന് പറഞ്ഞതിന്റെ വാശിയാണല്ലേ? നിനക്കെന്താ മലയാളം പറഞ്ഞാൽ മനസ്സിലാകാത്തത്? ഇന്ന് എനിക്ക് ഭയങ്കര തിരക്കുള്ള ദിവസമാണ്, ഞാൻ പറഞ്ഞില്ലേ. രാവിലെ 11:30 താലൂക്ക് ഓഫീസിൽ ഒരു യോഗമുണ്ടെന്ന് ഞാൻ പറഞ്ഞത് സത്യമാണ്. ഈ താലൂക്കിലെ എല്ലാ വില്ലേജ് ഓഫീസറും വരുമ്പോ ഞാൻ മാത്രം അങ്ങനെ പോകാതിരിക്കും? നിനക്കെന്താ ചെവി കേട്ടൂടെ? ഞാൻ യോഗത്തിന് ചെന്നില്ലെങ്കിൽ തഹസിൽദാർ എന്നോട് ചോദിക്കും, മനുഷ്യന്താ യോഗത്തിന് വരാത്തത് എന്ന്. അപ്പൊ ഞാൻ എന്തോട് പറയും? പ്രകാശം വക്കീൽ പുതിയ വീട് വെച്ചു, ആ വീടിന്റെ പാലുകാച്ചിന് പോയതായിരുന്നു എന്ന് പറയണോ? അപ്പൊ തഹസിൽദാർ ചോദിച്ചറിയാമോ? മോഹനേട്ടന് ശമ്പളം തരുന്നത് പ്രകാശം വക്കീലാണോ അതോ കേരള സർക്കാരാണോ എന്ന്. അതിന് ഞാൻ എന്ത് മറുപടിയാ പറയേണ്ടത്? ഹാമേ, ഞാൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. എനിക്ക് ഓഫീസ് കാര്യങ്ങൾ മാറ്റിവെച്ച് സ്വന്തം കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റില്ല. അങ്ങനെ ചെയ്താൽ ഞാൻ മേലുദ്യോഗസ്ഥന്മാരോട് സമാധാനം പറയേണ്ടി വരും. ഞാൻ പറയുന്നത് പെണ്ണെന്ന വർഗത്തിനേ വിവരമില്ലെന്ന്. അവർക്ക് അവരുടെ കാര്യമല്ലാതെ വേറെ ഒന്നുമില്ല. എന്റെ വ്യക്തിപരമായ എന്തെങ്കിലും കാര്യത്തിന്റെ പേരിൽ നീ ജോലിക്ക് പോകുന്നത് ഞാൻ എന്തെങ്കിലും മുടക്കിയിട്ടുണ്ടോ? ഇല്ല. അപ്പോ തിരിച്ചും ആ മര്യാദ നീ കാണിക്കും. ഹലോ, അതെ, കെ മോഹനകൃഷ്ണൻ സാറാണ്. ആ വാസുകൂട, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കിട്ടിയില്ലേ? ഇന്നലെ തന്നെ വാസുകൂടന്റെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് തരണമെന്ന് ഞാൻ കാഞ്ചനോട് പറഞ്ഞാണല്ലോ.
ഞാൻ അറിഞ്ഞില്ലല്ലോ. ഒരു കാര്യം ചെയ്യും, ഒരാളെ ഇന്ന് രാവിലെ അങ്ങ് വില്ലേജ് വിട്ടാൽ മതി. സർട്ടിഫിക്കറ്റ് ഞാൻ കൊടുത്തേക്കാം. കെ മോഹനകൃഷ്ണൻ സാർ ഒരു വാക്ക് പറഞ്ഞാൽ വാക്കാണ്. ശരി. ഉത്തരവാദിത്ത ബോധമില്ലാത്ത ഇവരെയൊക്കെ സർക്കാർ ഓഫീസിൽ നിയമിച്ചവരാണ് പറയേണ്ടത്. അഹങ്കാരി പാചരിക്കാൻ വെച്ചിട്ടുണ്ട്. ശിശുപാല, ഞാനാ. പാലക്കുന്നിലെ വാസുകൂട്ടന്റെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് ഇന്നലെ കൊടുക്കണമെന്ന് പറഞ്ഞ് ഞാൻ എഴുതി ഒപ്പിട്ട് വെച്ചതാണ്. നിങ്ങൾ എന്താണ് അത് കൊടുക്കാത്തത്? അയാൾ മരത്തുനിന്ന് വീണ് രോഗിയായി കിടക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരാളോട് മര്യാദ കാണിക്കാൻ പോലും അറിയാത്ത നിങ്ങളൊക്കെ വേറെ ഏതെങ്കിലും ജോലിക്ക് പോകുന്നതാണ് നല്ലത്. ഞാൻ വരുമ്പോ സർട്ടിഫിക്കറ്റ് സീല് വെച്ച് എന്റെ മേശപ്പുറത്തുണ്ടാവണം. ഇല്ലെങ്കിൽ വിവരം പറയുന്നത് കാണിച്ചോണ്ട് പറഞ്ഞേക്ക്. എല്ലാ ജോലിയും ചെയ്യാൻ ഞാൻ ഒരാളേ ഉള്ളൂ. ആർക്കും ഒരു ഉത്തരവാദിത്വ ബോധമില്ല. എല്ലാ ജോലിയും തനിയെ ചെയ്താലോ? അതുകൊണ്ടൊരു കാര്യമില്ല. വീട്ടിലുള്ളവരോ നിസ്സാര കാര്യമൊക്കെ വാശി പിടിക്കല്ലോ. എന്റെ ബുദ്ധിമുട്ടുകൾ വേറെ ആർക്കും അറിയേണ്ട കാര്യമില്ലല്ലോ. അതൊക്കെ പാലിച്ച് കിണറ്റിൽ പോയാൽ മതിയല്ലോ. എന്നെ ഒരു പിന്നെ അറിയും. നീ മിണ്ടില്ലെന്നുള്ളത് എനിക്കൊരു പ്രശ്നമല്ല. നീ അവിടെ പോയി മിണ്ടായിരുന്നോ? അഹങ്കാരി. ഓ ചോദിച്ചു. നിന്റെ ജോലിയൊക്കെ കൃത്യമായി ചെയ്തെന്ന് കാണിക്കാനാവും. ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ നിന്റെ ജോലികളൊക്കെ കൃത്യമായി ചെയ്തു തീർത്തു എന്ന് വരുത്തിയാൽ മാത്രമല്ലേ നിനക്ക് എന്നെ കുറ്റപ്പെടുത്താൻ പറ്റൂ. ഇങ്ങനെ എത്ര ദിവസം മിണ്ടാതിരിക്കാനാണ് നിന്റെ പരിപാടി? മനുഷ്യന്റെ ക്ഷമയ്ക്കൊരു അതിരുണ്ട്. ഞാനിപ്പോ എന്ത് വെച്ചതിന്റെ പേരല്ല നീ ഇപ്പൊ ഇങ്ങനെ കാണിക്കണേ. അമ്മേ, ഇതൊക്കെ എനിക്കും പറ്റും. പക്ഷെ ഞാൻ മിണ്ടായിരുന്നത് ഇങ്ങനെ ആയിരിക്കില്ല. ജീവിതത്തിൽ ഒരിക്കലും ഞാൻ മിണ്ടില്ലായിരിക്കും. അവന് കരയോട് പറയുന്ന ഒരു കാര്യമില്ല. ശരി, അങ്ങനെയെങ്കിൽ എങ്ങനെ? നമ്മളിൽ ആരാണ് വലിയ പുള്ളി എന്നറിയണമല്ലോ. ഈ നിമിഷം മുതൽ ഞാനും മിണ്ടാൻ പറ്റത്തില്ല. ഇനി നേരെ കാല് പിടിക്കും. മോഹനട്ടാ എന്നോടൊന്ന് മിണ്ട് എന്ന് പറഞ്ഞ മോഹനകൃഷ്ണൻ തിരിഞ്ഞത് പോലും നോക്കില്ല. നീ മിണ്ടുന്നുണ്ടോ ഇല്ലയോ? ഇറങ്ങും. ഹലോ, അതെ ഉത്തമനാണ്. സുധാകര, ഞാൻ നിന്നെ വിളിക്കാതിരിക്കായിരുന്നു. എന്തൊക്കെയായി സംഭവം? ശരിയായ ആണാ? അത് ശരി, അത് കൊള്ളാം. സുധാകര, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇത് ശരിയാവൂന്ന്. ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ എന്റെ ബുദ്ധി. കാര്യം പറഞ്ഞ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. പക്ഷെ പെണ്ണുങ്ങളുടെ മനഃശാസ്ത്രം എനിക്ക് ശരിക്കറിയാം. അതല്ലേ ഞാൻ ഈ വഴി പറഞ്ഞിരുന്നത്. പോലെ സുധാകര, പെണ്ണുങ്ങളെ വളച്ചൊടിച്ച് കുപ്പിയിലാക്കാനുള്ള ഈ വഴികളൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. ജീവിതത്തിൽ അത്യാവശ്യം വരും. അപ്പൊ ശരി, കാര്യം നടന്നല്ലോ. പിന്നെ ചെലവിയടേ. ആയിക്കോട്ടെ. ശരി. അയ്യോ, ഉത്തമന്
ശരിക്കും എന്താ ജോലി? ഈ എന്താണ് സാറേ? പെണ്ണുങ്ങളെ വളച്ചൊടുക്കുന്ന കാര്യമൊക്കെ പറഞ്ഞല്ലോ. ഓ, എത്ര നാളായി ഈ ബിസിനസ് തുടങ്ങിയിട്ട്? അയ്യോ അങ്ങനെയൊന്നും ഇല്ല സാറേ. കുന്നുംപുറത്ത് സുധാകരനാണ് വിളിച്ചത്. അവന് ഞാൻ ഒരു ചെറിയ സഹായം ചെയ്തു കൊടുത്തു. കുന്നുംപുറത്ത് സുധാകരനോ? അവൻ കല്യാണം കഴിച്ചാണല്ലേ? അതെ. ഇതാണോ അയാൾ പെണ്ണുങ്ങളെ വളച്ചൊടുക്കാൻ നടക്കുന്നത്? അയ്യോ സാറേ, അത് വേറെ പെണ്ണുങ്ങളൊന്നും അല്ല, അവന്റെ ഭാര്യയെ തന്നെ. ആര്യോ? ആ അത് തന്നെ സാറേ. 2 ദിവസം മുമ്പ് എന്തോ നിസ്സാര കാര്യത്തിന്റെ പേരിൽ സുധാകരന് രമയും തമ്മിൽ പിണങ്ങി. പിണങ്ങിയതിന് ശേഷം രമ വാ തുറന്നൊരു അക്ഷരം മിണ്ടിയിട്ടില്ല. സുധാകരന് കഴിക്കാനുള്ളത് സമയാസമയത്ത് ഉണ്ടാക്കി കൊടുക്കും, വീട്ടിലുള്ള എല്ലാ ജോലിയും ചെയ്യും. പക്ഷേ ഒരക്ഷരം മിണ്ടൂല. സുധാകരൻ രമയുടെ പിറകേ നടന്ന് കാല് പിടിച്ചു. പക്ഷെ അവൾ ആരാ മോള്? ഒരൊറ്റ അക്ഷരം മിണ്ടിയില്ല. ഇന്നലെ സുധാകര സംഭവം എന്റെ അടുത്ത് പറഞ്ഞു. ഞാൻ അവനൊരു ഉഗ്രം ബുദ്ധി പറഞ്ഞു കൊടുത്തു. എന്ത് ബുദ്ധി? പ്രേമലേഖനം. പ്രേമലേഖനോ? അത് തന്നെ സാറേ, ഭാര്യയ്ക്ക് ഒരു എഴുത്തെഴുതുക. എഴുത്തിൽ മുഴുവനും പഞ്ചാരയായിരിക്കണം. പഞ്ചസാരയോ? അങ്ങനെയല്ല സാറേ, പഞ്ചാര വർത്തമാനമായിരിക്കണമെന്ന്. വായിക്കുന്ന നിമിഷം രമയുടെ മനസ്സലിയുന്ന രീതിയിലായിരിക്കണം എന്നൊക്കെ ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞു കൊടുത്തു. ഈ സുധാകരൻ പിറകെ നടന്നിട്ട് മിണ്ടാത്ത രമ എഴുത്തു വായിച്ചൊന്നും മിണ്ടു? അതല്ലേ സാറേ ഈ എഴുത്തിന്റെ ശാസ്ത്രം. എഴുത്ത് എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീകൾ വളരെ വികാരപരമായി കാണുന്ന ഒരു വസ്തുവാണ്. അതുകൊണ്ടാണല്ലോ ചെറുപ്പത്തിൽ തന്നെ കിട്ടുന്ന പ്രേമലേഖനങ്ങൾ പെണ്ണുങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നത്. ഈ എഴുത്ത് കയ്യിലിരിക്കുമ്പോ സ്ത്രീകൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. പറഞ്ഞറിയിക്കാവുന്നതിന്റെ ഇരട്ടി കാര്യങ്ങൾ എഴുത്തെഴുതി അറിയിക്കാൻ പറ്റും എന്നുള്ളതാണ് സൗകര്യം. എഴുത്തിൽ വിടാത്ത പെണ്ണുങ്ങളുണ്ടോ എന്റെ സാറേ? ഇതൊക്കെ ഉത്തമനാരാ പറഞ്ഞെന്നെ? ഞാൻ ഓരോ ദിവസം എത്ര മനുഷ്യരെ കാണുന്നതാണ് എന്റെ സാറേ. അവരുടെയൊക്കെ ജീവിതാനുഭവങ്ങളും അവർ പ്രശ്നങ്ങൾ തീർക്കുന്നതും ഒക്കെ കണ്ടും കേട്ടും ഒക്കെ ഞാൻ പഠിക്കുകയല്ലേ. സത്യം പറഞ്ഞാൽ ജീവിതാനുഭവങ്ങളുടെ ഒരു വലിയ കൂമ്പാരമാണ് ഞാൻ. ഈ എഴുത്തെഴുതിയാൽ എല്ലാ പെണ്ണുങ്ങളും വളഞ്ഞൊടിയുമെന്നുള്ളത് ഉറപ്പാണോ? മിക്കവാറും എല്ലാ പെണ്ണുങ്ങളും. എന്താണ് സാറേ? സാറിന് എന്തോ പ്രശ്നമുണ്ടല്ലോ. പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ടോന്ന് ചോദിച്ചാൽ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ത്? അവളുടെ കൂടെ ജോലി ചെയ്യുന്ന പ്രകാശം വക്കലിന്റെ വീടിന്റെ പാല് കാച്ചാണെന്ന്. ഞാൻ അവളുടെ കൂടെ ചെല്ലണം നോക്കും വലിയ വാശി. പക്ഷെ ഇന്ന് താലൂക്ക് ഓഫീസിൽ ഒരു അടിയന്തര യോഗമുണ്ട്. അതുകൊണ്ട് എനിക്ക് അവളുടെ പോകാൻ പറ്റില്ല. അത് പറഞ്ഞ നിമിഷം മുതൽ എന്നോട് ഒരു വാക്ക് പോലും മിണ്ടാ നടക്കുക. അയ്യോ, ഇന്നത്തെ ദിവസം ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മേലും കീഴ് നോക്കാനില്ല. ഞാൻ പറഞ്ഞത് തന്നെയാണ് എളുപ്പ വഴി. സാറ് ഒരു എഴുത്തെഴുതി എന്റെ കയ്യിൽ തരിക, ഞാനത് വക്കീലിന് കൊണ്ടുപോയി കൊടുക്കും. ഞാൻ പിന്നെ ഞാനാണോ വക്കീലിന് എഴുത്തെഴുതുന്നത്? അതൊക്കെ ഭയങ്കര കേസാവും സാറേ. എനിക്ക് ജാമ്യം പോലും കിട്ടൂല. സാറ് തന്നെ എഴുത്തെഴുതണം. എഴുത്തെഴുതാനൊക്കെ പറഞ്ഞ വേറെ ആർക്കും അല്ലല്ലോ, സ്വന്തം ഭാര്യയ്ക്കല്ലേ സാറേ. സാർ ഒരു കാര്യം ചെയ്യും, ഇവിടെ നിന്ന് വേണ്ടെന്ന് ആഫീസിൽ പോയി സ്വസ്ഥമായി ആലോചിച്ച് ഒരു എഴുത്തെഴുതണം. എഴുത്തെഴുതി കഴിഞ്ഞതിന് ശേഷം എന്നെ വിളിച്ചാൽ മതി. ഞാൻ വന്ന് അത് വാങ്ങി വക്കീലിന്റെ കൈ കൊടുക്കാം. വൈകിട്ട് സാറ് വരുമ്പോഴേക്കും എല്ലാ പിണക്കവും മാറി വാതുക്കൽ സാറിനെ കാത്ത് പുഞ്ചിരിയോടുകൂടി നിൽക്കുന്ന വക്കീലിനെ കാണാം. ഉറപ്പാണോ? ഉറപ്പ്. ഞാനല്ലേ സാറേ പറയുന്നത്. സുധാകരൻ രമയും തമ്മിലുള്ള പ്രശ്നം തീർക്കാന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം തീർക്കാനാണോ പാട്? ഇത് ഞാൻ റെഡിയാക്കി തരാം. വാസുകുട്ടന്റെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് മോഹനേഷ് സാർ ഇന്നലെ ഒപ്പിട്ട് തന്നല്ലേ? എന്നിട്ട് ആ കാര്യം കാഞ്ചന സാർ എന്നോട് പറയാത്ത എന്താ? കാഞ്ചന സാറിന്റെ മറവി കാരണം മോഹനേഷ് സാറിന്റെ വായിരിക്കുന്ന മുഴുവനും ഞാൻ കേട്ടു. അതിനിപ്പോ എനിക്കിവിടെ 1000 തിരക്കല്ലേ ശിശുപാലൻ ചേട്ടാ.
അപ്പോ ചില കാര്യങ്ങൾ മറന്നു പോയെന്നിരിക്കും. അല്ലെങ്കിൽ ഇപ്പൊ വാസുകുട്ടന്റെ സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിൽ ഇത്ര ധൃതി കൂട്ടുന്ന എന്തിനാ? അപേക്ഷ മെനഞ്ഞാന്ന് തന്നല്ലേ ഉള്ളൂ. കാഞ്ചനെ, വാസുകുട്ടൻ മരത്തിൽ നിന്ന് വീണ് കിടപ്പിലാണെന്ന് അറിയാമല്ലോ. അറിയാം സർ. അയാളുടെ ചികിത്സയ്ക്ക് സഹകരണ ബാങ്കിൽ നിന്ന് വായ്പ എടുക്കാനാണ് ഈ സർട്ടിഫിക്കറ്റ് ചോദിച്ചത്. അങ്ങനെ അത്യാവശ്യമുള്ള ആളുകൾക്ക് എത്രയും പെട്ടെന്ന് സഹായങ്ങൾ ചെയ്തു കൊടുക്കാനാണ് കാഞ്ചനയ്ക്കും എനിക്കും ശിശുപാലനും സ്വയംപ്രഭയ്ക്കും ഒക്കെ സർക്കാർ ശമ്പളം തരുന്നത്. ഇനി ഇവിടെ നിന്ന് കൂടുതൽ സംസാരിക്കാതെ സർട്ടിഫിക്കറ്റ് സീല് വെച്ച് കവറിലിട്ട് എന്റെ മേശപ്പുറത്ത് കൊണ്ട് തരണം. താലൂക്ക് ഓഫീസിലേക്ക് പോകുന്ന വഴി ഞാനത് വാസുകുട്ടന് കൊടുത്തോളാം. അല്ല സാർ, വേണമെങ്കിൽ ഞാൻ കൊണ്ടുപോയി കൊടുക്കാം. അല്ല, ഞാൻ കൊണ്ടുപോയി കൊടുക്കാം. നിങ്ങളൊക്കെ ചെയ്തെടുത്തോളം സഹായം മതി. ചെയ്യുന്ന ജോലിയോട് ഒരു അല്പമെങ്കിലും ആത്മാർത്ഥമുണ്ട്. നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമോ? ഏതെങ്കിലും സർക്കാർ ഓഫീസിൽ നിന്ന് നിങ്ങൾക്കൊരു കാര്യം നേടിയെടുക്കേണ്ട ആവശ്യം വരികയും അവിടെ ഇരിക്കുന്നവർ അത് ചെയ്തു തരാതിരിക്കുകയും ചെയ്യുമ്പോ നിങ്ങൾ പഠിച്ചോളൂ. എന്തായാലും കാഞ്ചന സാറിന് വയറു നിറച്ച് കിട്ടിയ സ്ഥിതിക്ക് ഇനി ഉച്ചയോടെ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, അല്ലേ ശിശുപാല ചേട്ടാ? പ്രഭേ, വെറുതെ എന്നെ വായിരിക്കാൻ കേൾക്കാൻ നോക്കല്ലേ. ഹലോ, അതെ. വാസുകുട്ടന്റെ സർട്ടിഫിക്കറ്റ് ശരിയാക്കിയിട്ടുണ്ട്. ഞാൻ താലൂക്ക് ഓഫീസിലേക്ക് പോകുന്ന വഴി അത് കൊണ്ടുവന്ന് തരാം. അതെയോ? എന്നാ ശരി, ഇവിടെ വാങ്ങിച്ചോളൂ. സർട്ടിഫിക്കറ്റ് നമ്മുടെ ശിശുപാലന്റെ കയ്യിലുണ്ടാവും. ശരി സാർ, വാസുകുട്ടന്റെ സർട്ടിഫിക്കറ്റ് അവിടെ വെച്ചേക്കും. വാസുകുട്ടൻ ആരെങ്കിലും അയക്കും, അപ്പൊ കൊടുത്താൽ മതി. ശരി സാർ. ശിശുപാല, എന്താ സാർ? ശിശുപാലന്റെ ഭാര്യയ്ക്ക് എഴുതി തരുന്നുണ്ടോ? ഭാര്യയ്ക്കോ? അങ്ങനെ ചോദിച്ചാൽ കുറെ എഴുത്ത് എഴുതിയിട്ടുണ്ട്. എന്തിന്? അല്ല, ഞാനൊരു 7-8 കൊല്ലം തിരുവനന്തപുരത്ത് ജോലി ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് കെട്ടിയോള് വീട്ടിലായിരുന്നല്ലോ. അന്ന് ഞാൻ കുറച്ച് എഴുത്ത് എഴുതിയിട്ടുണ്ട്. അത് വെറുതെ എഴുത്തിന്റെ കാര്യമല്ല. പിന്നെ ഈ ഭാര്യയെ പിണങ്ങിയിട്ട് പിണക്കം തീർക്കാനായിട്ട് എഴുത്ത് വല്ലതും എഴുതിയിട്ടുണ്ടോ? ഏയ്, അതൊന്നുമില്ല സാർ. എന്താ സാർ ചോദിക്കാനായിട്ട്? അറിയാൻ വേണ്ടി ചോദിച്ചതാ. ഈ നമ്മള് ഇപ്പൊ ഒരു എഴുത്ത് എഴുതാന്നിരിക്കട്ടെ, അതെങ്ങനെയായിരിക്കണം? എന്താ സാറ്, വക്കീലുമായിട്ട് വല്ല പ്രശ്നം ഉണ്ടായോ? പ്രശ്നമൊന്നുമില്ല. ഞാനൊരു സൗന്ദര്യ പിണക്കം. അപ്പൊ എഴുത്ത് ബെസ്റ്റാ സാറേ. സാറിന്റെ സ്വഭാവവും സ്നേഹവും അന്തസ്സും ഒക്കെ മനസ്സിലാകുന്ന രീതിയിൽ ഒരു എഴുത്ത്. വേറെ എവിടെന്നെങ്കിലും അടിച്ചു മാറ്റിയാണെന്ന് തോന്നരുത്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ അന്തസ് വേണം. ഉദാഹരണമായിട്ട് പോയിക്കോളൂ. ശരി സാർ. എന്താ ഇപ്പൊ എഴുതുക? ഉത്തമ, മോനസ് സാറാ, എഴുത്ത് ഞാനിപ്പോ എഴുതിക്കൊള്ളാം. കുറച്ച് കഴിയുമ്പോ എനിക്ക് താലൂക്ക് ഓഫീസർ ഒന്ന് പോണം. ഒരു 11:30 ആകുമ്പോ ഉത്തമൻ പഞ്ചായത്ത് ഓഫീസിനടുത്ത് വന്നാൽ എഴുത്ത് തരാം. അത് നേരെ ഭാമയുടെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തോളണം. മനസ്സിലായല്ലോ? ഹലോ,
അതെ. ഇല്ല, മോഹനേട്ടൻ ആഫീസിൽ പോയിരിക്കാണല്ലോ. ഓഫീസിലില്ലേ? താലൂക്ക് ഓഫീസിൽ എന്തോ യോഗം ഉണ്ടെന്നാ പറഞ്ഞത്. ഇല്ല, ഇനി ഇന്ന് വിലയാപ്പിച്ച് വരാൻ സാധ്യതയില്ല. അല്ല, അത്യാവശ്യമാണെങ്കിൽ വൈകിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. ഓ, വീട് അറിയാമോ? ഓ ശരി. എന്താ പേര്? ശരി ശരി. വക്കീലേ, നമസ്കാരം വക്കീലേ. എന്താ ഉത്തമ? എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും എനിക്ക് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. പക്ഷെ എന്തോ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ പാഞ്ഞിങ് വരികയായിരുന്നു. കാര്യം എന്താ തെളിച്ചു പറ ഉത്തമ. ഞാൻ നമ്മുടെ ബീരാനിക്കട അരിമില്ലിന്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. ഒരു 10-15 മിനിറ്റിന് മുമ്പേ മോഹനേഷ് സാർ അപ്പൊ അതുവഴി അങ്ങ് നടന്നുപോയി. ഞാൻ സാറിനെ കണ്ടിട്ട് വെറുതെ എന്താ സാറേ ഈ സമയത്ത് താലൂക്ക് ഓഫീസിലോട്ടാണോ എന്ന് ചോദിച്ചു. ഉടനെ സാർ എന്നെ വിളിച്ചു. ഉത്തമ ഇങ്ങ് വരൂ എന്ന് പറഞ്ഞു. ഞാൻ ചെന്ന പാടെ സാറ് ഇതെടുത്ത് എന്റെ കയ്യിൽ തന്നു. ഇതെന്താണ്? ഇതെന്താണെന്ന് എനിക്ക് പറഞ്ഞൂടാ. ഇത് എത്രയും പെട്ടെന്ന് വക്കീലിന്റെ കൈ കൊണ്ടുവന്ന് കൊടുക്കാനും പറഞ്ഞു. സാർ താലൂക്ക് ഓഫീസിലേത് യോഗത്തിന് പോവുകയാണെന്നും വക്കീല് പ്രകാശ വക്കീലിന്റെ വീട് പാലുകാച്ചിന് പോകുന്നതിന് മുമ്പ് ഇത് ഇവിടെ കൊണ്ടുവന്ന് തരണം എന്നും എന്റെ അടുത്ത് പറഞ്ഞു. ഇതെന്താന്ന് പറ ഉത്തമ. അയ്യോ, അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ വക്കീല്. വക്കീല് തുറന്നു നോക്ക്. ശരി, ഞാൻ നോക്കിക്കോളാം. ഉത്തം പോയിക്കോ. ഓ, തുറന്നു നോക്ക്. സാറിന് നേരത്തെ അല്ല, ഇതെന്ത് പറ്റി? താലൂക്ക് ഓഫീസിലെ യോഗം കഴിഞ്ഞപ്പോ 3:30 കഴിഞ്ഞു. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനുള്ള സമയം പോലും കിട്ടിയില്ല. അയ്യോ, അതുകൊണ്ട് തഹസിൽദാർ പറഞ്ഞു മോഹനേഷ് ഇനി ഓഫീസിലേക്ക് ഒന്നും പോകണ്ട, മോഹനേഷിന്റെ വീട്ടിൽ പോയി കുറച്ച് വിശ്രമിച്ചോളൂ എന്ന്. നമ്മുടെ കാര്യം ഉത്തമൊരു കാര്യമായിട്ട് ഏറ്റതാണല്ലോ. ആണോ സാറേ? ഞാൻ ആ കത്ത് നേരെ വക്കീലിന്റെ കൈ കൊണ്ടുവന്ന് കൊടുത്തു. എന്നിട്ട് ഭാമ എന്ത് പറഞ്ഞു? എന്റെ മുമ്പിൽ വെച്ച് എഴുത്ത് പൊട്ടിച്ച് വായിക്കൂന്ന് വിചാരിച്ചവരൊക്കെ അവിടെ നിന്നു. പക്ഷേ വക്കീൽ ഇത് പൊട്ടിച്ചില്ല. സമയം കിട്ടും പോലെ വായിച്ചോളാം എന്ന് പറഞ്ഞു. ഭയങ്കര ഗൗരവമായിരുന്നു. സാറേ, അത് എഴുത്ത് വായിക്കുന്നതിന് മുമ്പ്. എഴുത്ത് വായിച്ച് കഴിഞ്ഞ നിമിഷം അത് മാറിക്കഴിഞ്ഞാണൂലേ. അതല്ലേ ഈ എഴുത്തിന്റെ ഒരു മാന്ത്രിക ശക്തി. ഉറപ്പാണല്ലോ. 100% ഉറപ്പ്. സാർ നേരെ വീട്ടിലോട്ട് ചെന്നാട്ടെ. പിന്നെ സുധാകരൻ രമയും തമ്മിലുള്ള പ്രശ്നം തീർത്തു കൊടുത്തതിനെ ഇന്നുച്ചയ്ക്ക് സുധാകരൻ എനിക്കൊരു ചിക്കൻ ബിരിയാണിയാണ് വാങ്ങിച്ചു തന്നത്. സാറും അതുപോലെ പ്രശ്നം തീർന്നിട്ടുണ്ടെങ്കിൽ മോഹനേഷ് സാറും ഇതുപോലൊക്കെ തന്നെ ചെയ്യും. ഒരു കാര്യം ചെയ്യും, നാളെ രാവിലെ കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിലേക്ക് വന്നാൽ മതി. ഒരു ചായ അല്ല, പിന്നെ ഒരു ചായയും ഒരു വടയും ധാരാളം. സത്യം പറഞ്ഞ ഇത്രക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ സാറേ. അപ്പൊ സാറ് ചെന്നാട്ടെ, വക്കീലിവിടെ കാത്തിരിക്കുകയായിരിക്കും. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ, കാര്യത്തിൽ മന്ത്രിയും കർമ്മത്തിൽ തന്ത്രിയും രൂപത്തിൽ ലക്ഷ്മിയും ഭാര്യ. സംഭവമൊക്കെ കൊള്ളാം. ചായ പടേ. എന്റെ അമ്മോ, എന്തൊക്കെ സംഭവിച്ചാലും പിസിക്കിന് മാത്രം ഇങ്ങനെ ഒരു കുറവുമില്ല. ഭാമേ, ഭാമേ. മോഹനേട്ടാ, ചായ. ഇതെന്താ ഇങ്ങനെ നോക്കണേ? രാവിലെ ഞാൻ മിണ്ടാതിരുന്നോണ്ടാ.
അതൊക്കെ അന്നേരത്തെ വാശിക്ക് ഞാൻ കാണിക്കുന്നതല്ലേ. താലൂക്ക് ഓഫീസിലൊരു മീറ്റിംഗ് ഉണ്ടെങ്കിൽ അതിന് മോഹനിട്ട് പോയേ പറ്റൂന്നൊക്കെ എനിക്ക് അറിയാം. എന്നാലും എനിക്ക് അത് സങ്കടം വന്നു. സങ്കടം വന്നപ്പോ അത് പുറത്ത് കാണിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ചുമ്മാ ദേഷ്യം അഭിനയിച്ചതാ. അല്ലെങ്കിലും എനിക്ക് എത്ര നേരം മോഹനോട് പിണങ്ങിയിരിക്കാൻ പറ്റും? ഞാൻ പ്രകാശ് സാറിന്റെ വീടിലെ പാല് കാച്ചലിന് ചെന്നപ്പോ അവിടെയുള്ളവരൊക്കെ ചോദിച്ചു മോഹനേട്ടൻ എവിടെയെന്ന്. ഞാൻ പറഞ്ഞു താലൂക്ക് ഓഫീസിലൊരു മീറ്റിംഗ് ഉണ്ട്, കളക്ടറൊക്കെ വരുന്നുണ്ട്, മോഹനേട്ടൻ മീറ്റിങ്ങിന് വരണമെന്ന് കളക്ടർ തന്നെ പറഞ്ഞു, അതുകൊണ്ട് മോഹനേട്ടൻ പോയിരുന്നു. അതോടെ പിന്നെ എല്ലാവരുടെയും ചോദ്യങ്ങൾ നിന്നു. നീ പ്രകാശം വക്കീലിന്റെ അടുത്ത് പോകുന്നതിന് മുൻപേ ഉത്തമൻ വന്നിരുന്നോ? പിന്നെ ഞാൻ പോയത് ഉച്ചക്കല്ലേ മോനട്ടാ. ഉത്തമൻ ഒരു 11:30 ആയപ്പോഴേക്കും വന്നു. ഉത്തമൻ വന്നിട്ട് പോയപ്പോ തന്നെ ഞാൻ മോഹനേട്ടനെ വിളിക്കാൻ ഓർത്തതാ. പിന്നെ മോഹനേട്ടൻ താലൂക്ക് ഓഫീസിൽ പോയി കാണുമല്ലോ എന്ന് ഓർത്ത് വിളിക്കാതിരുന്നതാ. ഉത്തമനത് കൊണ്ടുവന്നപ്പോ നിനക്ക് എന്ത് തോന്നി? തന്നപ്പോ ഒന്നും തോന്നിയില്ല, പക്ഷെ അത് തുറന്നു നോക്കിയപ്പോ ഞാൻ അന്തം വിട്ടുപോയി മോനട്ടാ. പാലക്കുന്നിലെ വാസുക്കുട്ടന്റെ കൈവശാവായ സർട്ടിഫിക്കറ്റ് എനിക്ക് തന്നുവിട്ടത് എന്തിനാണെന്ന് എത്ര ആലോചന എനിക്ക് മനസ്സിലായില്ല. അല്ല ആരാ മോനട്ടെ ഈ വാസുക്കുട്ടൻ? ഇതെന്തിനാ എനിക്ക് കൊടുത്തുവിട്ടെ? വാസുക്കുട്ടന്റെ കൈവശാവായ സർട്ടിഫിക്കറ്റ് എഴുത്തോ? ഏതെഴുത്ത്? എന്തു പറ്റി മോണ്ട? എന്താ കാര്യം പറ. ഒന്നുമില്ല, എനിക്ക് ചെറിയൊരു തലകറക്കം. നീ പോയി വന്നായിരുന്നു നോക്ക്. മോനോട്ടൊരു കുഴപ്പമൊന്നുമില്ലല്ലോ? എന്തൊന്നും കുഴപ്പമില്ല. അയ്യോ ചെന്ന് നോക്ക്. ഈശ്വര, എന്താ? മോനേഷ്ണ സാറിന്റെ വീടല്ലേ? അതെ. സാറില്ലേ? ഉണ്ട്. ആരാ? എന്റെ പേര് രാധാമണി. ഞാൻ ഉച്ചയ്ക്ക് ഇങ്ങോട്ട് വിളിച്ചിരുന്നു. അപ്പൊ വക്കീല പറഞ്ഞേ വൈകിട്ട് വന്നാ കാണാന്ന്. ആ എനിക്ക് ഓർമ്മയുണ്ട്. ഒരു മിനിറ്റ്. മോനട്ടാ. മോനേഷ്ണ സാറിനെ പറ്റി നാട്ടുകാർക്കൊക്കെ നല്ല അഭിപ്രായം. മാന്യൻ, സത്യസന്ധൻ, പരോപകാരി. പക്ഷെ ഇതാണ് കയ്യിലിരിപ്പെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്. എന്താ? ഒരു കൈവശ അവകാശ സർട്ടിഫിക്കറ്റ് ചോദിച്ച് അപേക്ഷ കൊടുത്തിരുന്നു ഞാൻ. എന്റെ കെട്ടിയോൻ വാസുക്കുട്ടൻ മരത്തിന്ന് വീണ് കിടപ്പില്ല. മെനിങ്ങാന്ന് മോനേഷ്ണ സാറ് സ്ഥല പരിശോധനയ്ക്ക് വീട്ടിൽ വന്നിരുന്നു. എന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി ഞാൻ ഉണ്ടാക്കി കൊടുത്തൊരു ചായം കുടിച്ചിട്ടാ പോയത്. സർട്ടിഫിക്കറ്റ് വാങ്ങാൻ രാധാമണി വന്നാ മതിയെന്ന് പറഞ്ഞപ്പോഴും സാറിന്റെ ഉദ്ദേശം ഇതാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എന്താണ് സംഭവിച്ചെന്ന് പറയൂ. ഇന്ന് ഞാൻ വില്ലേജ് ഓഫീസിൽ പോയപ്പോ സാർ എനിക്ക് തരാൻ കൊടുത്തിട്ട് പോയതാണെന്ന് പറഞ്ഞ് അവർ എനിക്കൊരു കവർ തന്നു. ദാ ഈ എഴുത്തായിരുന്നു ആ കവർ. ഇത്രയും വൃത്തികെട്ടവനാണ് മോനേഷ്ണ സാറെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. നിങ്ങൾ എന്ത് ധൈര്യത്തിലാ വക്കീൽ അയാളുടെ കൂടെ കഴിയുന്നത്? ആഹാ വന്നല്ലോ. സാറിനെ കണ്ട് 4 പറയാനാ ഞാൻ വന്നത്. സാർ എന്നെ പറ്റി എന്താ കരുതിയത്? കവറ് മാറിപ്പോയി. ഇതാ കൈവശാവായ സർട്ടിഫിക്കറ്റ്. ആഫീസ് വെച്ച് ഒരു അബദ്ധം പറ്റിപ്പോയതാ. എന്നോട് ക്ഷമിക്കണം. സത്യമായി മനഃപൂർവ്വം ചെയ്തതല്ല. ഈ എഴുത്തിന്റെ കാര്യം പുറത്താരോടും പറയരുത്. നാട്ടിൽ അറിഞ്ഞാ പിന്നെ എനിക്ക് 2 വഴികളേ ഉള്ളൂ. ഒന്നുകിൽ ഇവിടെ നാട് വിട്ടു പോവുക, അല്ലെങ്കിൽ ആത്മഹത്യ. രണ്ടിനെ കൊണ്ട് ജയിക്കല്ലേ. വക്കീലെ നിങ്ങൾ വിശ്വസിച്ചോ? അത് കൊള്ളാം. ഇനിയിപ്പോ കവർ മാറിപ്പോയതാണെന്ന് ഇരിക്കട്ടെ, ഈ എഴുത്ത് ഏതോ ഒരു പെണ്ണിന് എഴുതിയതല്ലേ? വക്കീല് സൂക്ഷിക്കണം. ഇതിലിപ്പോ അങ്ങനെ സൂക്ഷിക്കാനൊന്നുമില്ല. ഈ എഴുത്ത് എനിക്ക് എഴുതിയതാ. വക്കീലിനോ? അല്ല, അതിനെപ്പറ്റി പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. പക്ഷെ ഇപ്പൊ അതിനൊന്നും നേരമില്ലല്ലോ. എന്റെ മോഹനേട്ടൻ ഇങ്ങനെയൊക്കെയാ. മറ്റുള്ളവർ ചെയ്യുന്ന പോലെ ഒന്നും ചെയ്യൂല. അതെ, ഇപ്പൊ ഈ സംഭവിച്ചത് ദൈവത്തെ ഓർത്ത് ആരോടും പറയരുത്. കൊള്ളാം.
വില്ലേജ് ഓഫീസിൽ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വന്ന ഒരു സ്ത്രീക്ക്, അതും ഭർത്താവ് കിടപ്പിലായ ഒരു സ്ത്രീക്ക്, വില്ലേജ് ഓഫീസർ പ്രേമലേഖനം കൊടുത്തു. മേൽപ്പറഞ്ഞ സ്ത്രീയുടെ വീട്ടിൽ ഇതിനു മുന്നേ ഒരു ആഫീസ് ആവശ്യവുമായി ചെന്ന വില്ലേജ് ഓഫീസർ അവിടെ നിന്നും ഒരു ചായ കുടിക്കുകയും ചായ നന്നായിട്ടുണ്ട് എന്ന് അവരോട് പറയുകയും ചെയ്തതാണ്. മാത്രമല്ല, സർട്ടിഫിക്കറ്റ് വാങ്ങാനായി ഓഫീസിലേക്ക് വരാനായി ആ സ്ത്രീയെ വില്ലേജ് ഓഫീസർ ക്ഷണിക്കുകയും ചെയ്തു എന്നതിന് തെളിവുകളുണ്ട്. നീ തമാശ കേട്ടുള്ള അവസരമാവും. ഈ എഴുത്തുമായിട്ട് രാധാമണി നേരെ ഇങ്ങോട്ട് വന്നുകൊണ്ട് രക്ഷപ്പെട്ടു. ആ, ഇത് വേറെ ആരെങ്കിലും കാണിച്ചിരുന്നെങ്കിലോ? അല്ല, എനിക്കറിയാൻ മേലാത്തോണ്ട് ഞാൻ ചോദിക്കുക, ഇതിപ്പോ മോഹനേട്ടന് എന്തിന്റെ അസുഖമായിരുന്നു? ജീവിതത്തിൽ ഇന്ന് വരെ എനിക്കൊരു എഴുത്തെഴുതാത്ത മോഹനേട്ടൻ ഇപ്പൊ ഈ പ്രേമലേഖനം എഴുതാനുള്ള കാരണം എന്താണ്? ഏതാത്തിന് കാരണം നീയാ? രാവിലെ നീ മിണ്ടായിരുന്നതിന്റെ വിഷമത്തിലാ ഞാൻ ഇതൊക്കെ ചെയ്ത് കൂട്ടിയത്. ഞാൻ മിണ്ടാതിരുന്ന ഈ എഴുത്തും തമ്മിൽ എന്താ ബന്ധം? ഉത്തമം പറഞ്ഞ ബുദ്ധി. ആഹാ, പിണങ്ങിയിരിക്കുന്ന ഭാര്യ സമാധാനിപ്പിക്കാൻ ഏറ്റവും നല്ലത് ഇതുപോലെ ഒരു പ്രേമലേഖനം എഴുതുന്നത് നല്ലത് ഉത്തമം പറഞ്ഞു. ഉത്തമം ചോദിച്ചിട്ടുണ്ട്. ഉത്തമം ഒറ്റ ഒരുത്തരം അതിനെല്ലാത്തിനും കാരണക്കാരൻ. ഇനി ആ ഉത്തമനെ പറഞ്ഞിട്ട് എന്താ കാര്യം? സ്വന്തം ഭാര്യ ഒന്ന് മുഖം വേർപ്പിച്ച് കാണിച്ചപ്പോ അതിന് പരിഹാരം കണ്ടുപിടിക്കാൻ ആ ഉത്തമന്റെ സഹായം ചോദിച്ചു പോയ മോഹനേട്ടനാണ് ആദ്യം ഇടിക്കേണ്ടത്. എന്തായാലും ജീവിതത്തിൽ ആദ്യമായിട്ട് മോഹനേട്ടൻ എനിക്ക് എഴുതിയൊരു എഴുത്തല്ലേ, ഇത് ഞാനൊന്ന് വിസ്തരിച്ചു വായിക്കട്ടെ. വായിക്കാം. പ്രിയപ്പെട്ടവളെ, നിന്നെക്കുറിച്ചുള്ള ഓർമ്മകളാണ് എന്റെ ഒരു ദിവസത്തെ ധന്യവും സമ്പുഷ്ടവും അർത്ഥപൂർണവുമാക്കുന്നത്. നിന്റെ സ്നേഹത്തിനു വേണ്ടി ഞാൻ ദാഹിക്കുന്നു. എന്നോട് പരിഭവിക്കാതിരുന്നാൽ നിനക്ക് ഞാൻ എന്റെ ഹൃദയത്തിന്റെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് തരും. എന്റെ ഈശ്വര, ഇത് വായിച്ചിട്ട് രാധാമണി ഇത്രയല്ലേ ചെയ്തുള്ളൂ? വേറെ ഏതെങ്കിലും പെണ്ണിന്റെ കിട്ടിയിരുന്നെങ്കിലേ എന്റെ പോക്കൂര് നടന്നേനെ. വില്ലേജ് ഓഫീസർക്ക് ഭാഗ്യമുണ്ട്. കേരളത്തിലെ ഒരു സാമൂഹ്യ ചുറ്റുപാടുകൾ വെച്ച് തടി കേടാവാൻ എല്ലാ സാധ്യതയും ഉണ്ടായിരുന്ന ഒരു അപകടത്തിൽ നിന്നാണ് കക്ഷി രക്ഷപ്പെട്ടത്. ഭാര്യയ്ക്ക് റവന്യൂ ഭാഷയിൽ പ്രേമലേഖനം എഴുതി ചരിത്രം സൃഷ്ടിച്ച ഈ മഹാന് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യനിസാരം തുടരുന്നു.